ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ മൈക്രോ പ്രോസസ്സറിൻ്റെയും മൈക്രോ കൺട്രോളറിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിരുന്നു. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഈ കമ്പാരിസൺ ഞാനൊരു 10 പോയിൻറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓരോ പോയിൻറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, microprocessor is a general purpose system, whereas microcontroller is a special purpose system. അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഒരു ജനറൽ പർപ്പസ് സിസ്റ്റം ആണ്. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പർപ്പസ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൈക്രോ പ്രോസസ്സറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോണിനകത്ത് മൈക്രോ പ്രോസസ്സർ ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഒരു സമയം തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും, ആ സമയത്ത് തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വേർഡ് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു സമയം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മൈക്രോ കൺട്രോളറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്പെഷ്യൽ പർപ്പസ് സിസ്റ്റം. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എ സ്മോൾ കമ്പ്യൂട്ടർ ഓൺ എ സിംഗിൾ ചിപ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹോം അപ്ലയൻസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫാക്ടറി കൺട്രോളിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഹോം അപ്ലയൻസസിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ, ആ മൈക്രോ കൺട്രോളറിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ കുറച്ച് ക്ലോത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലോത്തിൻ്റെ ഫാബ്രിക് സെൻസ് ചെയ്യുക, എന്നിട്ട് ഹോട്ട് വാഷ് വേണോ കോൾഡ് വാഷ് വേണോ എന്ന് ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ ക്ലോത്തിൻ്റെ വെയിറ്റ് നോക്കുക, എന്നിട്ട് എത്ര എമൗണ്ട് ഓഫ് വാഷിംഗ് പൗഡറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ അത് വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ. അപ്പോൾ അതിൻ്റെ ലൈഫ് ലോങ് ആ വാഷിംഗ് മെഷീൻ്റെ പ്രോഗ്രാമാണ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഇനി അതിന് വേറൊരു അപ്ലയൻസിൽ നമുക്ക് കൊണ്ടുവന്ന് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും മൈക്രോ കൺട്രോളേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസ് സിസ്റ്റം ആണെന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. മൈക്രോ പ്രോസസ്സർ ഹാസ് നോ ഇന്റേണൽ മെമ്മറി, whereas മൈക്രോ കൺട്രോളർ ഹാസ് ഇന്റേണൽ റാം, റോം, EEPROM എംബഡഡ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU ആണെങ്കിൽ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു സ്മോൾ കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU മാത്രമാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ആ ICക്കകത്ത് മെമ്മറി ഇല്ല. മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് മെമ്മറി ICs യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് അതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സറായിട്ട് ചേർത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ മൈക്രോ കൺട്രോളറിൻ്റെ കേസ് അങ്ങനെയല്ല. ഈ ഒരു സിംഗിൾ ICക്കകത്ത് തന്നെ അത്യാവശ്യം മെമ്മറി, വളരെ അധികം മെമ്മറി അല്ല, എ സ്മോൾ എമൗണ്ട് ഓഫ് മെമ്മറി ഈ മൈക്രോ കൺട്രോളറിൻ്റെ ICക്കകത്ത് തന്നെയുണ്ട്. എംബഡഡ് ആണ്. ഈ ICക്കകത്ത് തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് റാം, റോം, EEPROM ഒക്കെ ഉണ്ട്. തേർഡ് പോയിന്റ്, മൈക്രോ പ്രോസസ്സർ ഡു നോട്ട് ഹാവ് ഇൻബിൽറ്റ് IO പോർട്ട്, ബട്ട് മൈക്രോ കൺട്രോളർ ഹാസ് ഇൻബിൽറ്റ് IO പോർട്ട്. അപ്പോൾ IO പോർട്ട് എന്താണെന്ന് നോക്കാം. IO പോർട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്. ഇപ്പോൾ പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എയർപോർട്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എയർപോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട ആൾക്കാർ എയർപോർട്ട് വഴിയാണ് പോകുന്നത്, അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ എയർപോർട്ട് വഴിയാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് എന്ന് പറയുന്നത് ആ ഫ്ലൈറ്റിനകത്തേക്കും ഫ്ലൈറ്റിന് വെളിയിലേക്കുമുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റത്തിനകത്തും ഇതിനകത്തേക്ക് ഡേറ്റ എൻട്രി നടക്കുന്നത് പോർട്ട് വഴിയാണ്, IO പോർട്ട് വഴിയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ നമ്മുടെ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിനകത്തേക്ക് പോകണമെങ്കിൽ ഇൻപുട്ട് പോർട്ട് വഴിയും, അതുപോലെ തന്നെ ഒരു ഡേറ്റ മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളറിനകത്ത് നിന്ന് വെളിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് പോർട്ട് വഴിയാണ് വരുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിന് പക്ഷേ ഈ ICക്കകത്ത് IO പോർട്ടുകളില്ല.
പക്ഷേ മൈക്രോ കൺട്രോളറിന് ഈ സിംഗിൾ ഐ സിയിൽ തന്നെ IO പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഐ സിക്കകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ കൊടുക്കാനും ഐ സിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ എടുക്കാനും പറ്റും. ചില ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും പറ്റും. പക്ഷേ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ ഇൻബിൽട്ടായിട്ട് IO പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോർട്ട് ICs വേറെ യൂസ് ചെയ്യണം. ആ IC വഴി മാത്രമേ നമുക്ക് മൈക്രോ പ്രോസസ്സറിലേക്ക് ഡേറ്റ കൊടുക്കാനും മൈക്രോ പ്രോസസ്സറിൽ നിന്നുള്ള ഡേറ്റ എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 4th പോയിന്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ഈസ് ബൾക്കിയർ വേറാസ് മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം ഈസ് കോമ്പാക്ട്. അപ്പോൾ നമ്മൾ ഈ ആദ്യം തൊട്ട് മുമ്പ് പറഞ്ഞ ഈ 2 പോയിന്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ മെമ്മറി വേണമെങ്കിൽ എക്സ്റ്റേണൽ IC യൂസ് ചെയ്യണം, പോർട്ടുകൾ വേണമെങ്കിൽ എക്സ്റ്റേണൽ IC യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ചേർന്നെങ്കിലേ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ബൾക്കിയർ ആയിരിക്കും, ഒരു വലിയ സിസ്റ്റം ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴത്തേക്ക് ബൾക്കിയർ ആവുന്നു. പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇത് സിസ്റ്റം വളരെ കോമ്പാക്റ്റ് ആയിരിക്കും, സൈസ് വളരെ ചെറുതായിരിക്കും. 5th പോയിന്റ്, മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്. ഓവറോൾ സിസ്റ്റം പ്രൈസ് ഈസ് വെരി ഹൈ ബട്ട് ഇൻ മൈക്രോ കൺട്രോളർ ഓവറോൾ സിസ്റ്റം പ്രൈസ് ഈസ് വെരി ചീപ്പ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഇപ്പോൾ മൈക്രോ പ്രോസസ്സറിനെ നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. കാര്യം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ടിങ് ICs വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും എന്താണ് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിൽ ഇതെല്ലാം ഇൻബിൽട്ട് ആയതുകൊണ്ട് ഓവറോൾ സിസ്റ്റം പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. 6th പോയിന്റ്, മൈക്രോ പ്രോസസ്സറിന് ഹൈ പവർ കൺസംഷനാണ്, പക്ഷേ മൈക്രോ കൺട്രോളറിന് ലോ പവർ കൺസംഷനാണ്. അതും ഈ മുമ്പ് പറഞ്ഞ പോയിന്റ്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കാര്യം മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല, ഒരുപാട് ICs അതിൻ്റെ കൂടെ വേണം. അപ്പോൾ ഈ ICക്ക് എല്ലാം പവർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓവറോൾ മൊത്തത്തിൽ നമ്മൾ ഈ സിസ്റ്റം നോക്കുമ്പോൾ ഈ പവർ കൺസംഷൻ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിന് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർഡ് ടു മൈക്രോ കൺട്രോളർ. 7th പോയിന്റ്, overall system is more complex in microprocessor and microcontroller based system is less complex. അതും ഈ മുമ്പ് പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല, ഒരുപാട് ICs അതിൻ്റെ കൂടുതൽ ചേർന്നേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ICയുടെ ഒക്കെ കണക്ഷൻസ് വരും. ഓരോ ICയുടെയും ഇപ്പോൾ ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും അതുപോലെ തന്നെ മെമ്മറി കൊടുക്കാനും മെമ്മറിയിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ICs ഒക്കെ മൈക്രോ പ്രോസസ്സറായിട്ട് ചേർത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് ലെസ് കോംപ്ലക്സ് ആണ്. ഇനി 8th പോയിന്റ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് സ്പീഡ്. മൈക്രോ പ്രോസസ്സറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എബോ 1 GHz ആണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ്. വളരെ സ്പീഡ് കൂടുതലാണ് മൈക്രോ പ്രോസസ്സറിന്. പക്ഷെ മൈക്രോ കൺട്രോളറിന് കമ്പയർഡ് ടു മൈക്രോ പ്രോസസ്സർ സ്പീഡ് കുറവാണ്. അതിൻ്റെ 8 MHz തൊട്ട് 50 MHz വരെ ഇതിൻ്റെ സ്പീഡ് വരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ ഈസ് ബേസ്ഡ് ഓൺ വോൺ ന്യൂമൻ മോഡൽ. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹാർവാർഡ് ആർക്കിടെക്ചർ എന്നാണ് പറയാം. അപ്പോൾ ഈ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്താണ്, ഹാർവാർഡ് ആർക്കിടെക്ചർ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ ഫിസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് ആർക്കിടെക്ചറാണുള്ളത്. ഒന്ന് വോൺ ന്യൂമൻ മോഡലും ഒന്ന് ഹാർവാർഡ് ആർക്കിടെക്ചറുമാണ്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഹാർവാർഡ് ആർക്കിടെക്ചറിനകത്ത് ദർ ഈസ് സെപ്പറേറ്റ് മെമ്മറി ഫോർ കോഡ് ആൻഡ് ഡേറ്റ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർവാർഡ് ആർക്കിടെക്ചറിൽ കോഡ് സ്റ്റോർ ചെയ്യാനും പ്രോഗ്രാം കോഡ്സ് സ്റ്റോർ ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനും വേണ്ടി സെപ്പറേറ്റ് മെമ്മറീസ് ആണുള്ളത്. സെപ്പറേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ ഓരോ മെമ്മറിയെയും പോയിന്റ് ചെയ്യാൻ പ്രത്യേക പോയിന്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ മെമ്മറി ആക്സസിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും മൈക്രോ കൺട്രോളറിൽ.
പക്ഷേ മൈക്രോ പ്രോസസ്സറിൻ്റെ കേസിൽ അങ്ങനെയല്ല. അവിടെ ഒരു യൂണിഫൈഡ് മെമ്മറിയാണ്. അവിടെ പ്രത്യേക മെമ്മറി ഇല്ല. പ്രോഗ്രാം കോഡിനും ഡേറ്റ സ്റ്റോർ ചെയ്യാനുമായിട്ട് പ്രത്യേക മെമ്മറി ഇല്ല. ഒരു യൂണിഫൈഡ് മെമ്മറി ആർക്കിടെക്ചറാണ് അവിടെ ഉള്ളത്. അതിനെയാണ് നമ്മൾ വോൺ ന്യൂമൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പം മെമ്മറി ആക്സസിങ്ങിന് കുറച്ചുകൂടി ഈസിയാണ് ഹാർവാർഡ് ആർക്കിടെക്ചറിൽ. പിന്നെ വോൺ ന്യൂമൻ മോഡലിൽ ചില മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിൽ മെമ്മറി ആക്സസിങ് ഈസി ആക്കാനും സ്പീഡ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അതെല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൺ ന്യൂമൻ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചറാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. മൈക്രോ പ്രോസസ്സർ കനോട്ട് പെർഫോം സ്റ്റാൻഡ് അലോൺ. പക്ഷേ മൈക്രോ കൺട്രോളറിന് ഇറ്റ് ക്യാൻ പെർഫോം സ്റ്റാൻഡ് അലോൺ. പക്ഷേ മൈക്രോ പ്രോസസ്സറിന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സപ്പോർട്ടിങ് ഐസീസ്, ഒരുപാട് സപ്പോർട്ടിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൈക്രോ കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങളും ആ ഐസിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ പെർഫോം സ്റ്റാൻഡ് അലോൺ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മൈക്രോ പ്രോസസ്സറിൻ്റെയും മൈക്രോ കൺട്രോളറിൻ്റെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ മൈക്രോ കൺട്രോളർ, ഇനി അടുത്ത ക്ലാസ്സുകളിൽ മൈക്രോ കൺട്രോളർ 8051ൻ്റെ ആർക്കിടെക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, 1 by 1 ആയിട്ട്. അതിൻ്റെ അതിനകത്തുള്ള ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിനെയും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ മൈക്രോ കൺട്രോളർ 8051നെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. താങ്ക് യു.